ഹായ് ഗൈസ്, അമേരിക്കയിൽ നിന്ന് ഒരു വലിയൊരു ന്യൂസ് പുറത്തു വന്നിരിക്കുന്നു. അതായത് അമേരിക്ക ഉക്രൈനിലുള്ള കീവ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തുള്ള അമേരിക്കൻ എംബസി തൽക്കാലമായിട്ടും ക്ലോസ് ചെയ്തു. അതുമാത്രമല്ല, ഉക്രൈനിൽ താമസിക്കുന്ന അമേരിക്കൻസിന്റെ അടുത്തെല്ലാം തന്നെ അമേരിക്ക പറഞ്ഞൊരു കാര്യമുണ്ട്: കീപ് ഫുഡ് ആൻഡ് വാട്ടർ റെഡി. അതായത് ഏതൊരു സാഹചര്യത്തിലാണ് ഈ ഒരു ഡയലോഗ് വരിക എന്ന് വെച്ചാൽ, ഒരു വലിയൊരു യുദ്ധം നടക്കുമ്പോഴാണ് എല്ലാ രാജ്യത്തിനും അവരവരുടെ സിറ്റിസനോട് പറയുക, അതായത് യുദ്ധം വരാൻ പോകുന്നു, വെള്ളവും ഫുഡും തയ്യാറായി എടുത്തോന്ന്. അത് മാത്രമല്ല, അത് എംബസി തന്നെ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും ഒരു സ്ട്രോങ് ഇൻഡിക്കേഷൻ ആണ് കാണിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഉക്രൈന് ഇപ്പോൾ ഒരു പെർമിഷൻ കൊടുത്തു, ഉക്രൈൻ ലോങ് റേഞ്ച് വെപ്പൺസ് എല്ലാം തന്നെ ഉപയോഗിക്കാം. ഇതുകൊണ്ട് അമേരിക്കന്റെ തന്നെ ATACMS എന്ന് പറയുന്ന ആ വെപ്പൺ എല്ലാം അവർ ഉപയോഗിച്ചു. 6 ഉപയോഗിച്ചത് 1 റഷ്യക്കെതിരെ നല്ലൊരു ഡാമേജ് ഉണ്ടാക്കി, ബാക്കി 5 റഷ്യ തകർക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ റഷ്യ ഓപ്പണായി തന്നെ പറഞ്ഞു, അതായത് ഞങ്ങൾ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കാൻ പോകുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ അമേരിക്ക മറ്റൊരു വാണിംഗ് കൂടെ ഇപ്പോൾ ഉക്രൈനിലുള്ള ജനങ്ങൾക്കും അമേരിക്കൻസിനും കൊടുത്തിട്ടുണ്ട്. അതായത് ന്യൂക്ലിയർ റേഡിയേറ്റർ, അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ടർ, ഇതിൽ നിന്നെല്ലാം തന്നെ എസ്കേപ്പ് ആവുന്ന മാസ് കിറ്റുകളും നിങ്ങൾ കൂടുതലും ഉപയോഗിക്കാൻ തുടങ്ങിക്കോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്ത് വെച്ചോ എന്ന് പറയുന്ന ഒരു ന്യൂസ് തന്നെ ഇപ്പോൾ അമേരിക്ക കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ എന്തിന്റെ ഒരു ലീഡാ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഉക്രൈൻ അതായത് റഷ്യക്കെതിരെ 6 ATACMS എന്ന് പറയുന്ന അമേരിക്കൻ വെപ്പൺ ഉപയോഗിച്ചാൽ 1 റഷ്യക്കെതിരെ നല്ലൊരു ഡാമേജ് ഉണ്ടാക്കി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ പിറ്റേ ദിവസം തൊട്ട് നടന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അതായത് മിനിഞ്ഞാന്നായിരുന്നു ഇത് ഉപയോഗിച്ചത്. ഇന്നലെ വീണ്ടും ഈ ഉക്രൈൻ UK സ്ട്രോം ഷാഡോ എന്ന് പറയുന്ന അവരുടെ ലോങ് റേഞ്ച് വെപ്പണും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഫ്രാൻസിന്റെ, അതായത് അവരുടെ സ്കാൽപ്പ് എന്ന് പറയുന്ന ആ ലോങ് റേഞ്ച് വെപ്പണും ഉപയോഗിക്കാനുള്ള, അല്ലെങ്കിൽ ഫ്രാൻസ് കൊടുക്കാനുള്ള സാധ്യതകൾ കൂടുന്നുണ്ട്. അപ്പോൾ ഈ 3 രാജ്യത്തിനെയും ഈ ലോങ് റേഞ്ച് വെപ്പൺ ഉപയോഗിച്ച് റഷ്യനെ അറ്റാക്ക് ചെയ്യാം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ സെലൻസ്കി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് റഷ്യയുടെ എൻട്രി വരുന്നത്. അതായത് റഷ്യക്കറിയാം, അതായത് ഡൊണാൾഡ് ട്രംപ് വരികയാണെങ്കിൽ എന്തായാലും ഈ അമേരിക്കൻ ഇലക്ഷൻ എന്തായാലും മാറ്റം വന്നല്ലോ. അപ്പോൾ എന്തായാലും ഈ ഉക്രൈനെ ഫണ്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ സ്റ്റോപ്പ് ആവും. അപ്പോൾ എന്തായിരിക്കും, അവിടെ ഒരു യുദ്ധം നിർത്തുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു യുദ്ധം നിർത്തുകയാണെങ്കിൽ എന്തായിരിക്കും അവിടെയുള്ള എഗ്രിമെന്റ് കോമൺ ആയി വരിക? അതായത് ഇതുവരെ റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങളെല്ലാം തന്നെ, അതായത് റഷ്യക്ക് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ റഷ്യ കൺട്രോൾ ചെയ്തുകൊണ്ട് ബാക്കി സ്ഥലങ്ങളിൽ ഉക്രൈൻ നിന്നുകൊണ്ട് ഈ ഒരു പീസ് കീപ്പിംഗ് എഗ്രിമെന്റ് ആയിരിക്കും എന്തായാലും സൈൻ ചെയ്യാൻ പോകുന്നത്. അല്ലാണ്ട് അതായത് റഷ്യ പിടിച്ച സ്ഥലങ്ങളടക്കം ഉക്രൈന് കൊടുത്തുകൊണ്ട് ഒരു പീസ് കീപ്പിംഗ് എഗ്രിമെന്റ് വന്നു കഴിഞ്ഞാൽ അത് എന്തായാലും റഷ്യ അക്സെപ്റ്റ് ചെയ്യാൻ പോകില്ല, യുദ്ധം നിൽക്കാനും പോകില്ല. അപ്പോൾ ഇതായിരിക്കും യുദ്ധം നിർത്താനുള്ള ഒരു പോസിബിലിറ്റി നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് റഷ്യക്കും നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ റഷ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, അതായത് ഈ യുദ്ധം നിൽക്കുന്നതിന്റെ ഒപ്പം തന്നെ, അതായത് ഇപ്പോൾ മാക്സിമം ഉക്രൈൻ ടെറിട്ടറിന്റെ മുന്നോട്ട് പുഷ് ചെയ്യാണ്. അതായത് അവരുടെ ഫ്രണ്ട് ലൈൻ എല്ലാം തന്നെ ഉക്രൈന്റെ എത്രത്തോളം ഉള്ളിൽ കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം അവർ ഉള്ളിലോട്ട് പിടിച്ചു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം യുദ്ധം നിർത്തുമ്പോൾ തന്നെ അതായത് ഒരു 30% ലാൻഡ് പിടിച്ചു എന്നാണ് പറയുന്നത്. ഒരു 50% ലാൻഡ് എങ്ങാനും അത് ഉക്രൈന്റെ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അത് റഷ്യക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നാറ്റോ എക്സ്പാൻഷനും ഇവിടെ സ്റ്റോപ്പ് ആവും. അതായത് ഇത്രയും സ്ഥലങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ഒരു ബോർഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ റഷ്യയുടെ ഉള്ളിലോട്ടുള്ളത്, അതായത് കംപ്ലീറ്റ് ആയിട്ടും നാറ്റോ ഇവിടം വരെ നിൽക്കുള്ളൂ. അതുകൊണ്ട് അതും ഒരു അഡ്വാൻറ്റേജ് ആയി നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് റഷ്യ മുന്നോട്ട് പോകുന്നത്. ഇനി ഇതിന്റെ ഒപ്പം തന്നെ റഷ്യ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, അതായത് കീവാണ് അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് കീവിനെ കംപ്ലീറ്റ് ആയിട്ടും കൺട്രോൾ എടുത്തു കഴിഞ്ഞാൽ ഉക്രൈന്റെ കൺട്രോൾ മൊത്തമായിട്ടും റഷ്യന്റെ അടുത്ത് പോകും. അപ്പോൾ ഈ കീവിനെ ആദ്യം കൺട്രോൾ എടുക്കാൻ നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു പീസ് കീപ്പിംഗ് എഗ്രിമെന്റ് വന്നതും അതിൽ ഇവരെല്ലാം തന്നെ നാറ്റോ രാജ്യങ്ങളെല്ലാം ചതിച്ചുകൊണ്ട് റഷ്യ വീണ്ടും ഈ യുദ്ധത്തിൽ പിന്നിലോട്ടായത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ 24 മണിക്കൂറിൽ, അതായത് ഈ യുദ്ധം തുടങ്ങിയ ആ ഒരു ഇന്റൻസിലോട്ട് വീണ്ടും റഷ്യ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഉക്രൈന്റെ ക്യാപിറ്റലായ കീവിൽ കംപ്ലീറ്റ് ആയിട്ടും 24 മണിക്കൂറിലും സൈറൻ തന്നെയായിരുന്നു. എല്ലാ സ്ഥലങ്ങളും കംപ്ലീറ്റ്, അതായത് ഈ വാർഹെഡുകളാണ് ഇപ്പോൾ ഉള്ളത്. അവിടെയുള്ള പ്രധാനപ്പെട്ട ബിൽഡിങ്സിനെതിരെ വരെ ഇപ്പോൾ റഷ്യ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇന്റൻസീവായ അറ്റാക്കിലാണ് ഇപ്പോൾ ഉക്രൈൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു അറ്റാക്ക് ഉള്ളപ്പോഴാണ് ഇപ്പോൾ അമേരിക്കൻ എംബസി അവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ അമേരിക്കൻ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തിന്റെ സൂചനയായിരിക്കും? അതായത് അമേരിക്കയ്ക്ക് കൃത്യമായിട്ട് അവിടെയുള്ള ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അമേരിക്കയ്ക്കും അറിയാം ഈ യുദ്ധം വീണ്ടും വലിയൊരു എസ്കലേഷൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് റഷ്യ വീണ്ടും അവരുടെ കംപ്ലീറ്റ് പവർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പക്ഷേ ഇനിയും അവിടെ നിൽക്കുകയാണെങ്കിൽ അമേരിക്കൻസിനും US എംബസിക്കും എതിരെ വരെ, അതായത് റഷ്യ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ പെട്ടെന്നായിട്ട് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക ഇങ്ങനൊരു ഡബിൾ സ്റ്റാൻഡ് ഗെയിം കളിക്കുന്നത്? അതായത് ഇപ്പോൾ റീസെന്റ് ആയിട്ട് തന്നെ 200ഓളം മില്യൺ റുപ്പീസ് വീണ്ടും ഉക്രൈനെതിരെ അമേരിക്ക പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഫണ്ട് എന്തിനാന്ന് വെച്ചാൽ അതായത് വെപ്പൺസ് വാങ്ങാൻ വേണ്ടി നീ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അമേരിക്ക ഈ 200 മില്യൺ കൂടെ കൊടുത്തിരിക്കുന്നത്. ഇതുവരെ തന്നെ ഏകദേശം 150 ബില്യൺ എങ്ങാണ്ട് അത് അമേരിക്ക ഈ ഉക്രൈന് വേണ്ടി മാത്രം ചെലവഴിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജോ ബൈഡന്റെ കാൽക്കുലേഷൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് ട്രംപ് ആയിരിക്കും അടുത്ത പ്രശ്നം. ട്രംപ് എന്തായാലും ഉക്രൈനെ സഹായിക്കാൻ പോകില്ല. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ യുദ്ധം വലുതാക്കി എങ്ങനെയും ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലോട്ട് കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ ട്രംപിന് അവിടെ ഒരു വലിയൊരു സിറ്റുവേഷനിലോട്ട് തള്ളപ്പെടും. അപ്പോൾ ട്രംപിനും ഇത് വലിയൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ അമേരിക്കൻ ജനങ്ങൾ തന്നെ ട്രംപിനെതിരെയുള്ള ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ ട്രംപ് ഇവിടെ വീണ്ടും ഫോഴ്സ്ഫുൾ ആയിട്ട് ഉക്രൈനെ സഹായിക്കുന്ന രീതിയിലോട്ട് ഒന്നെങ്കിൽ തള്ളപ്പെടാം, അല്ലെങ്കിൽ ഈ യുദ്ധം മറ്റേതെങ്കിലും ആംഗിൾ കൊണ്ടുപോയി നിർത്തി അമേരിക്കയ്ക്കും ട്രംപിനും ഇത് നിർത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലോട്ട് കൊണ്ടുപോയി അമേരിക്ക വീണ്ടും ഇപ്പോൾ ചെയ്തിരിക്കുന്ന ആ ഒരു ലെവലിലോട്ട് തന്നെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ജോ ബൈഡനും അവരുടെ പാർട്ടിയും ചെയ്യുന്നത് എന്നാണ് ജിയോ പൊളിറ്റിക്സ് എക്സ്പെർട്സ് എല്ലാം പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാം തന്നെ വീണ്ടും അടിച്ചിരിക്കുന്നു. അപ്പൊ അമേരിക്കയ്ക്ക് ഇതിൽ നല്ലൊരു ലാഭമുണ്ട്. അതായത് ഡൊണാൾഡ് ട്രംപ് വരുമ്പോൾ അതായത് ഈ യുദ്ധത്തിൽ അദ്ദേഹം ഫണ്ട് ചെയ്തില്ല, അപ്പോൾ എന്താവും ഈ യൂറോപ്യൻ യൂണിയനും നാറ്റോ രാജ്യങ്ങളും അവർക്ക് ഫണ്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഫണ്ട് ചെയ്യുന്ന അവർ എവിടുന്ന് വെപ്പൺസ് വാങ്ങാനാ ഉക്രൈൻ? ഡയറക്റ്റ് ആയിട്ട് അമേരിക്കന്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നിന്നും അമേരിക്കയ്ക്ക് നല്ല ലാഭം തന്നെ കിട്ടാൻ പോകുന്നത്. ഇത് തന്നെയാണ് അവർ സെക്കൻഡ് വേൾഡ് വാർ അവരുടെ എക്കണോമി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച തന്ത്രവും ഇത് തന്നെയാണ് അമേരിക്ക ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് ഈ യുദ്ധത്തിനെ കുറിച്ച്? അതായത് ഡൊണാൾഡ് ട്രംപ് വരികയാണെങ്കിൽ നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. See you next video.